ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. EJKയുടെ വീക്കെൻഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ തുടർഭാഗമായിട്ട് പാർട്ട് 2ഉം ചിലപ്പോൾ പാർട്ട് 3യും വന്നെന്നിരിക്കും. എല്ലാവരും അത് കാണണം. പിന്നെ ഞാൻ പാർട്ട് 2ഉം 3ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവരും കയറി കാണണം. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീക്കെൻഡ് റിവ്യൂ എന്ന നിലയിൽ കഴിഞ്ഞ വീക്കിൻ്റെ അവസാനം ഞാൻ 2 വീഡിയോസ് ഇട്ടായിരുന്നു. അത് പാർട്ടായിട്ട് ഒറ്റൊരു എപ്പിസോഡാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ആത്മഹത്യ എപ്പിസോഡാണ് ഞാൻ അങ്ങനെ 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാക്സിമം ഡീറ്റെയിൽ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡൊക്കെ ഈ ഒരു വീക്കിലായിരുന്നു ടെലികാസ്റ്റ് ആവേണ്ടിയിരുന്നത്. പക്ഷേ ഈ വീക്കിലാണെങ്കിൽ EJKയുടെ എപ്പിസോഡിൻ്റെയൊക്കെ സമയത്ത് പല സ്പെഷ്യൽ ഷോകളും മൂവീസൊക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈസ്റ്ററും മറ്റുമൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ അവരിട്ടത്. അതുകൊണ്ട് തന്നെ EJKയ്ക്ക് ഈ വീക്കിൽ പല ദിവസവും ഡിലേ ആയിരുന്നു എപ്പിസോഡ് വന്നത്. അപ്പോൾ ഇവർക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു എപ്പിസോഡുകൾ. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ലാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ ആയിട്ട് ഇട്ടിരുന്ന ആ ഒരു എപ്പിസോഡൊക്കെ ഇനി വരുന്ന വീക്കിലേ അവർ ടെലികാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഒന്നേന്ന് എനിക്ക് പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ആ 2 വീഡിയോസ് നല്ല ഡീറ്റെയിൽ ചെയ്ത വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ആ 2 വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പാർട്ട് 1 and 2 എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. രണ്ടും തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു എപ്പിസോഡുണ്ട്. അതായത് ശ്രുതിയുടെ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു എപ്പിസോഡുണ്ട്. പക്ഷേ അതിൽ ശ്രുതി അശ്വിൻ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന സമയത്ത് അശ്വിൻ പോയി പിടിച്ചിട്ട് പിന്നെ ശ്രുതിയെ അടുത്ത് ഇങ്ങനെ അശ്വിൻ ഒരു കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. ആ ഒരു കോൺവെർസേഷൻ എനിക്ക് തോന്നുന്നു ഞാൻ അതിൽ വലിയ ഡീറ്റെയിൽ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ കോൺവെർസേഷൻ മാത്രം കുറച്ച് വിസ്തരിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കേൾക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ വീഡിയോ കാണാം. അല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെല്ലുമ്പോൾ ആ ഒരു എപ്പിസോഡിനെ മാത്രം റിവ്യൂ ആയിട്ട് ഞാൻ പാർട്ട് 1 and 2 പിൻ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് 2 പാർട്ടും കാണാം, ആ എപ്പിസോഡിനെ കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ ശ്രുതിയുടെ ആത്മഹത്യയെക്കുറിപ്പ് കണ്ട അശ്വിനാണെങ്കിൽ ശ്രുതി എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് പേടിച്ച് ടെൻഷനും ഉണ്ട്, പേടിയുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതി അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങുവാണ്. അങ്ങനെ ശ്രുതി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ അവസാനം ശ്രുതി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെന്നെത്തുന്നുണ്ട്. അപ്പോഴും അശ്വിൻ അറിയില്ല ശ്രുതി അവിടെ കാണുമെന്ന്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ചാടാൻ വേണ്ടി തയ്യാറെടുപ്പോട് കൂടി നിൽക്കുവാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇത് 2 നിലയോ 3 നിലയോ എന്നൊരു ബിൽഡിങ്ങാണ്. പക്ഷേ ഹിന്ദിയിൽ അത് വലിയൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു ബിൽഡിങ്ങായിരുന്നു. അതായത് ഒരു 5-6 നിലയുള്ള ഒരു ബിൽഡിങ്ങായിരുന്നു ഹിന്ദിയിൽ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ചാടാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്തായി ശ്രുതി താഴോട്ട് നോക്കുമ്പോൾ അശ്വിൻ നിൽക്കുന്നത്. അശ്വിൻ നേരെ ശ്രുതിയുടെ താഴെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഞാൻ ഇപ്പോൾ ചാടി അശ്വിൻ സാറിൻ്റെ പുറത്ത് ചെന്ന് വീഴത്തില്ല എന്ന് വിചാരിച്ച് ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുക്കും. ശ്രുതി ഫോണൊക്കെ കൊണ്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഫോൺ എടുത്തതിന് ശേഷം അശ്വിനെ കോൾ ചെയ്യും. അങ്ങനെ അശ്വിനെ കോൾ ചെയ്ത ശേഷം അശ്വിൻ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്നൊക്കെ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് സാർ അങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് ചാടിയ സാറിൻ്റെ പുറത്ത് വന്ന് വീഴും, അതുകൊണ്ട് മാറി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അശ്വിൻ ഇത് കാണും. അങ്ങനെ അശ്വിനാണെങ്കിൽ നീ എന്തായി ചെയ്യുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് ചെല്ലുന്നുണ്ട് അശ്വിൻ. പിന്നീട് അശ്വിനാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ മുകളിലെത്തുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കുമായിരിക്കും. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് നീ അവിവേകം ഒന്നും കാണിക്കല്ലോ എന്നൊക്കെ. ആ സമയത്ത് ശ്രുതി പറയും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഇപ്പോൾ ചാടും എന്നൊക്കെ. പിന്നീട് ലാവണ്യയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. ലാവണ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ ശ്രുതി കുറേ മണ്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പിൻ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അങ്ങനെ ശ്രുതി അവസാനം അങ്ങ് 2 കൽപ്പിച്ച് ചാടുവാണ് കണ്ണടച്ചുകൊണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ഇപ്പം പിടിക്കും എന്ന നിലയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അശ്വിന് വലിയ ഉറപ്പില്ല പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അശ്വിൻ പിടിക്കുന്നുണ്ട് ശ്രുതിയെ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിന്നെ അശ്വിൻ്റെ നെഞ്ചത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി കിടന്ന് വിളിയായിരിക്കും. കാരണം ശ്രുതിയുടെ മനസ്സിൽ ശ്രുതി താഴെ വീണു എന്നുള്ളൊരു വിചാരമാണ്. പിന്നീടാണെങ്കിൽ കുറച്ച് നേരം അശ്വിനെ കെട്ടിപ്പിടിച്ചാൽ നമ്മളെ ശ്രുതി അടക്കും. പക്ഷേ ആ സമയത്ത് സത്യം പറഞ്ഞാൽ അശ്വിനാണെങ്കിൽ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമായിരിക്കും. ഫ്ലാഷ് ബാക്കിൽ അന്ന് ശ്യാം ശ്രുതിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ആ സീനായിരിക്കും അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുന്നത്. അപ്പോൾ തന്നെ അശ്വിൻ പെട്ടെന്ന് ഇവളെ അങ്ങ് തള്ളി മാറ്റുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അശ്വിൻ പറയുന്നുണ്ട് നീ കാരണം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഉടനെ ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉടനെ അശ്വിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ശ്രുതി ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് അശ്വിൻ ആദ്യമായിട്ട് ശ്രുതിയെ കല്യാണം കഴിക്കാണ്ടായ സാഹചര്യം അങ്ങ് പറയുന്നത്. ഇത്രയും നാൾ ഇടയ്ക്ക് പറയാമെന്ന് വിചാരിച്ച് വരുമെങ്കിലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷേ ഇത്തവണ അശ്വിൻ അങ്ങ് പറയുന്നുണ്ട് എല്ലാം തുറന്ന്. അങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുക്കാൻ കാരണം നീ തന്നെയാണ്, നീ എന്നോടും എൻ്റെ കുടുംബത്തോടും അത്രയും വലിയ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഈ സമയത്തുണ്ട് ശ്രുതിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അങ്ങനെ ശ്രുതി
ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അശ്വിൻ്റെ അടുത്തായിട്ട്, സാർ എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് സാറ് പറയുന്നത്, വാ തുറന്നു പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഉടനെ അശ്വിൻ ഇങ്ങനെ ശ്രുതി നോട്ടം നോക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എൻ്റെ അഞ്ജലി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീടാണെങ്കിൽ അശ്വിൻ പറയുന്നുണ്ട്, നീ വിചാരിച്ച എന്താ ഇതൊന്നും ഞാൻ അറിയില്ലെന്നോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ, ഞാൻ അഞ്ജലി ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചെന്നോ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തതെന്ന് ശ്രുതി വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പിന്നീട് അശ്വിൻ പറയുന്നുണ്ട്, നിനക്കൊന്നും അറിയില്ലല്ലേ, നീയും ശ്യാമും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേക്കുന്ന ശ്രുതിയാണെങ്കിൽ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. ഇത് അശ്വിന് അറിയാമെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ശ്രുതി ഇനി വിഷയം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അശ്വിനിൽ നിന്ന് മറച്ചു വെച്ചതും. അങ്ങനെ ശ്രുതി ഒരു നിമിഷം ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ സത്യം പറഞ്ഞാൽ ശ്രുതിക്ക് ഒരു അക്ഷരം പോലും പുറത്തേക്ക് ഇങ്ങനെ വരുന്നില്ല വായെന്ന്. കാരണം ശ്രുതി ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ആയി പോവുകയാണ് പെട്ടെന്ന്. എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട്, നീയും ശ്യാമും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ കണ്ടതാണ്, പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞ ആ നിമിഷം ഞാൻ ചേച്ചിയുടെ അടുക്കലേക്ക് പോയതാണ് ഈ സത്യങ്ങളെല്ലാം പറയാൻ. പക്ഷേ ആ സമയത്താണ് ഞാൻ അറിയുന്നത് ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഡോക്ടർ പറയുകയും ചെയ്തു, 6 മാസത്തേക്ക് ചേച്ചിക്ക് നല്ല റെസ്റ്റും കെയറും വേണം, പിന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒരു പ്രശ്നങ്ങളും വരല്, അത് കുഞ്ഞിനും ചേച്ചിക്കും ദോഷമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ചേച്ചിക്ക് മാനസികമായിട്ട് ഒരു വിഷമം വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനൊന്നും പറയാതെ എല്ലാം ഞാൻ മറച്ചു വെച്ചത്. പിന്നെ നീ ശ്യാമും തമ്മിലുള്ള ബന്ധം തടയാനും പിന്നെ ചേച്ചിയുടെ അടുത്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള സാവകാശം എന്ന നിലയിലുമാണ് നിന്നെ കല്യാണം കഴിച്ചത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ലാവണ്യം ഉപേക്ഷിച്ചിട്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് അശ്വിൻ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ അശ്വിൻ പറയുന്നുണ്ട്, അത് മാത്രമല്ല 6 മാസം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നും നിന്നെ പുറത്താക്കും. പിന്നെ ആ ശ്യാമുണ്ടല്ലോ, അയാളെ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അയാളെ പുറത്താക്കും. പിന്നെ നിൻ്റെ നിഴൽ പോലും എൻ്റെ വീട്ടിൽ വീഴാൻ പാടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ചേച്ചി എൻ്റെ വീട്ടിലാണല്ലോ കല്യാണം കഴിച്ച് വന്നിരിക്കുന്നത്, ഇനി ചേച്ചിയെ കാണാനെന്നൊന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് പോലും നീ അടുത്ത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത പോലെ നിൽക്കുവാണ്. അങ്ങനെ ശ്രുതി പിന്നെ ഒന്നും പറയുന്നില്ല അശ്വിൻ്റെ അടുത്ത് തിരിച്ച്. ശേഷമാണെങ്കിൽ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അശ്വിൻ സാറ് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അശ്വിൻ സാർ അറിഞ്ഞിരിക്കുന്നതൊന്നും നേരായ രീതിയിലല്ല, എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് അശ്വിൻ സാറിൻ്റെ മനസ്സിൽ. അതുമാത്രമല്ല അശ്വിൻ സാർ തെറ്റിദ്ധരിച്ചിരിക്കുക ഞാനും ശ്യാമും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും ഇനി അശ്വിൻ സാർ അറിയണം എന്നിങ്ങനെ ശ്രുതി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ എപ്പിസോഡ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി, അവിടെ ലിങ്ക് കാണും. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീക്കെൻഡ് റിവ്യൂ ആയിട്ട് ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറഞ്ഞിടുന്നത്, അശ്വിൻ ഇങ്ങനെ ലണ്ടനിലേക്ക് ട്രിപ്പ് പോകണുണ്ട്. ആക്ച്വലി ലണ്ടൻ ട്രിപ്പിന് അശ്വിന് പോകേണ്ട ഒരാവശ്യവും കാണില്ല, പക്ഷേ എന്നാലും അശ്വിൻ മനഃപൂർവ്വം പോകുന്നതാണ്. കാരണം ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അശ്വിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശ്രുതിയെ ഫേസ് ചെയ്യാൻ. അപ്പോൾ ശ്രുതിയിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അത്രേ ഉള്ളൂ അശ്വിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ അശ്വിൻ അങ്ങനെ ഒരു ലണ്ടൻ ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അത് ശ്രുതി അറിയാതെ ആയിരിക്കും പോകുന്നത്, ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ വേറെ ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ അശ്വിനെ നമ്മുടെ ശ്യാമിൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് അശ്വിനെ പിന്നീട് സീൻസിലൊന്നും കാണിക്കത്തില്ല. ശേഷം ശ്രുതി അശ്വിനെ കണ്ടുപിടിക്കുന്ന സമയത്തായിരിക്കും അശ്വിനെ പിന്നെ സീൻസിലൊക്കെ കാണിക്കുന്നത്. ഹിന്ദിയിൽ അങ്ങനെയാണ്, പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണെന്ന്. മലയാളത്തിൽ അശ്വിനെ ഇടയ്ക്കൊക്കെ കാണിക്കുക, ചിലപ്പോൾ ഈ സീൻ കട്ട് ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.